ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പറയാൻ പോണത് ക്യാൻഡിൽസിനെ കുറിച്ചും ടൈം ഫ്രെയിമിനെ കുറിച്ചാണ് പറയാൻ പോണത്. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് രണ്ട് പടം കാണിച്ചു തരാം, നോക്കിക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻഡിൽസ്. ഒരെണ്ണം പച്ച എന്ന് പറയുന്നത് നമ്മൾ ബുള്ളിഷ് എന്ന് വിളിക്കും, ചുമപ്പിന് നമ്മൾ ബേഴ്സ് എന്ന് വിളിക്കും. ഈ പച്ചട മുകളിൽ കണ്ട ഒരു കൊമ്പ് കണ്ട അത് നമ്മൾ വിക്ക് എന്ന് വിളിക്കും, അപ്പർ വിക്ക്. താഴത്തെ കൊമ്പ് കണ്ട അത് നമ്മൾ ലോവർ വിക്ക് എന്ന് വിളിക്കും. പിന്നെ നമ്മുടെ അപ്പർ വിക്ക് കണ്ട അത് നമ്മൾ ക്യാൻഡിൽ ഹൈ എന്ന് വിളിക്കും. പിന്നെ താഴത്തെ ലോവർ വിക്ക് കണ്ട അത് നമ്മൾ ക്യാൻഡിൽ ലോ എന്ന് വിളിക്കും. പിന്നെ ആ ബോഡി കണ്ട ഈ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ മേളത്തെ ഭാഗം കണ്ട അതിനെ ക്ലോസും താഴത്തെ ഭാഗത്തിനെ ഓപ്പൺ എന്ന് വിളിക്കും. ഇനി നമുക്ക് നമ്മുടെ ബെയറിഷ് ക്യാൻഡിലേക്ക് പോവാം. ബെയറിഷ് ക്യാൻഡിൽ വരുമ്പോൾ നമ്മുടെ അപ്പർ വിക്കിനെ നമ്മൾ ഹൈയും സെയിം തന്നെ ലോവർ വിക്കിനെ ലോ എന്ന് വിളിക്കും. പിന്നെ വ്യത്യാസം വരാൻ വേണ്ടത് ആ ബോഡി കണ്ട ആ ബോഡിയുടെ മേളിൽ നിന്ന് ഓപ്പണും താഴത്തു നിന്ന് ക്ലോസും വരും. ഇതാണ് ബെയറിഷ് ക്യാൻഡിൽ. അതായത് രണ്ട് ക്യാൻഡിലുണ്ട്, ഒരെണ്ണം ബുള്ളിഷും ഒരെണ്ണം ബെയറിഷും. ഈ ബുള്ളിഷിൻ്റെ ക്യാൻഡിലിൽ അപ്പർ വിക്കുണ്ട് ലോവർ വിക്കുണ്ട്. അപ്പർ വിക്കിന് നമ്മൾ ഹൈയും ലോവർ വിക്കിന് നമ്മൾ ലോ എന്നും പറയും. ഇതേ സെയിം സാധനം നമ്മുടെ ബിയറിഷ് ക്യാൻഡിൽ. അപ്പർ വിക്കിന് നമ്മൾ ഹൈയും ലോവർ വിക്കിന് നമ്മൾ ലോവും. പിന്നെ വ്യത്യാസം തന്നെ എവിടെയാണ്, ഈ ബുള്ളിഷിൻ്റെ ബോഡി കണ്ട അതിൻ്റെ മേളിൽ നമ്മൾ ക്ലോസും താഴത്ത് ഓപ്പണും പറയും. അതുപോലെ തന്നെ നമ്മുടെ ബെയറിഷിൻ്റെ മേളിൽ കണ്ട അവിടെ ഓപ്പണും താഴത്തെ ക്ലോസും പറയും. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ടൈം ഫ്രെയിമിനെ കുറിച്ചാണ്. ഈ ടൈം ഫ്രെയിമിൽ രണ്ട് ടൈപ്പ് ടൈം ഫ്രെയിം ഉണ്ട്. ഒരെണ്ണം പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമും അടുത്തത് ലോവർ ടൈം ഫ്രെയിമും. ഈ ഹൈ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 hour 4 hour 1 day. ഈ ടൈം റേഞ്ചിന് നമ്മൾ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 minute 5 minute 50 minute 13. ഈ ടൈം റേഞ്ചിന് നമ്മൾ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണിച്ചു തരാം, അതായത് ലൈവ് ചാർട്ട് കാണിച്ചു തരാം. എന്താണ് ഹയർ ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം, പിന്നെ ബുള്ളിഷ് ബെയറിഷ്. ജസ്റ്റ് ആ എക്സാമ്പിൾ കണ്ടു നോക്കും നിങ്ങൾ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ ചാൻസ് ഉണ്ട്. കണ്ടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലായില്ല. ഇതിന് നമ്മൾ ബെയറിഷ് ക്യാൻഡലിനും ബുള്ളിഷ് ക്യാൻഡലിനും വിളിക്കും. ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് നോക്ക്. ഇത് റെഡ് ക്യാൻഡിൽ, ഇത് ഗ്രീൻ ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ ഇതിനെ, അതായത് ഇത് കണ്ട ഇതിനെ നമ്മൾ ഹൈ എന്ന് വിളിക്കും, ഇതിനെ ലോ എന്ന് വിളിക്കും. അതായത് അപ്പം ഇത് ഹൈ, ഇത് ലോ. അതുപോലെ നമ്മൾ ഗ്രീൻ ക്യാൻഡിലുണ്ട, ഗ്രീൻ കണ്ട ഇതിനെ നമ്മൾ ഹൈ എന്ന് വിളിക്കും, ഇത് നമ്മൾ ലോ എന്ന് വിളിക്കും. സെയിം സാധനം. അപ്പോൾ ഇത് ഹൈ, ഇത് ലോ. ഇത്ര മനസ്സിലായില്ല. ഇനി സംഭവം എന്ന് വെച്ചാൽ ഈ റെഡ് ക്യാൻഡിൽ എങ്ങനെ ഫോം ആവും. റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ എങ്ങനെ നോക്കാം. ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യും, ഓപ്പൺ സൂം ചെയ്യാം. ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് ക്ലോസ് ആവും. അതായത് ഇവിടുന്ന് റെഡ് ക്യാൻഡിൽ സ്റ്റാർട്ടായിട്ട് ഇവിടുന്ന് അവസാനിക്കും. ഇനി ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഓപ്പൺ ആവും, എന്നിട്ട് ഇവിടുന്ന് ക്ലോസ് ആവും. സെയിം സാധനം കണ്ട. ഇതിപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് പൊങ്ങി പോകണണ്ട. അത്രേ ഉള്ളൂ. ഇനി ഈ വിക്കിൻ്റെ വേറെന്ന് വെച്ചാൽ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനി നമ്മൾ നോക്കാൻ പോകണം എങ്ങനെ ക്യാൻഡിൽ വർക്കാവും. ജസ്റ്റ് ഇത് പൊങ്ങണം താഴെ മാത്രം ജസ്റ്റ് ഈ പൊങ്ങണം താഴെ മാത്രമല്ല, ഇതെങ്ങനെ വർക്കാണ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടുന്ന് ഓപ്പൺ ആവും, ഇവിടുന്ന് ഓപ്പൺ. ഈ ഓപ്പൺ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഓപ്പൺ ആവുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് ചിലപ്പോൾ, അതായത് ഇപ്പോൾ ഒരു കോയിൻ എന്ന് ഓർത്തോ, ഇതൊരു കോയിനാന്ന് ഓർത്തോ, OB കോയിൻ USDT. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 128. ഇത് 128 ഓപ്പണായി. എന്നിട്ട് എന്താ, ഇത് ഇത്രയും പൊങ്ങി. ഇപ്പോൾ 128 129. അതിനാണ് ഈ ബോഡി കണ്ട ഇത്രയും ഇതിൽ പറയണത്. അതായത് 128 129. പിന്നെ ഈ വിക്കെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ 129 കഴിഞ്ഞ് 130 വരെ ആയി. ബട്ട് ഇവിടം വരെ വന്നുള്ളു. ഇത്രയും പോയി, അതായത് ഇത്ര റേഞ്ച് വരെ വന്ന പ്രൈസ്. പക്ഷേ ഇവിടം വരെ ലാസ്റ്റ് തിരിച്ച് പോയി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്ന് അത് 128 ചിലപ്പോൾ 127.5 വരെ വന്ന് താഴേക്ക് വന്ന് ബട്ട് നേരെ മേളിലേക്ക് തന്നെ പോയി. അതിനാണ് ഈ വിക്കിനെ പറയണത് ലോ വിക്കും പിന്നെ ഹൈ വിക്ക്.
ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഇവിടുന്ന് ഓപ്പണായ പ്രൈസ് റേഞ്ച് 128. 128 ഇത് 129 129. എന്നിട്ട് എന്തായി, ഈ മേളിലേക്ക് ഏറ്റവും കൂടുതൽ പോയത് 130. ഹൈ വരെ പോയി, 130 വരെ പോയി. ബട്ട് തിരിച്ച് 129 വന്നു. ഈ താഴെ എന്ന് പറയുമ്പോൾ 128 127.5 വരെ വന്ന്, ബട്ട് നേരെ മേളിലേക്ക് വന്ന്. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ വർക്കാണത്. കണ്ട, ഇപ്പം തന്നെ കണ്ട, ഇത് നോക്ക്. ഇവിടെ നിന്ന് ഇത് ഫോമായി ഈ ക്യാൻഡിൽ. പക്ഷെ ഇത് ഇവിടം വരെ വന്ന്. ആ പ്രൈസ് റേഞ്ച് നോക്ക്. വിക്കിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 1.8125 വരെ വന്ന്. കണ്ട മേളിൽ, കണ്ട ഈ വിക്കിൻ്റെ മേലിൽ നോക്ക്, 92,712 വരെ വന്നു. ഇനി നമ്മൾ റെഡ് ക്യാൻഡിൽ നോക്കാം. അതായത് നമ്മുടെ ബെയറിഷ്. ഈ ബെയറിഷ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഓപ്പണായി, ഇവിടെ നിന്ന് ഓപ്പൺ, എന്നിട്ട് ഇവിടെ നിന്ന് ക്ലോസ് ആയി. ഈ ഓപ്പൺ ആയ റേഞ്ച് ഇപ്പം ഒരു കോയിൻ, ഇപ്പം എന്താ OB USDT. ഇത് ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ 130 ആയിരുന്നു. 130 ഇത് 128 ഇത്ര ഫോമായത്. ഇനി ഇതിൻ്റെ ഏറ്റവും ലോ എന്ന് പറയുമ്പോൾ 128.1 എന്ന് പറയുമ്പോൾ 128.9 ആയിരിക്കുമല്ല, സ്വാഭാവികം. ഇത് 128.1. ഇതിൻ്റെ ഏറ്റവും മാക്സിമം എന്ന് പറയുമ്പോഴാണ് ക്ലിയറുള്ള 131 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അതായത് 130 ക്യാൻഡിൽ 128.9 ഇതിൻ്റെ ഏറ്റവും താഴെന്ന് പറയുമ്പോൾ 128.1. ഇതിൻ്റെ ഏറ്റവും മേളെന്ന് പറയുമ്പോൾ 131.1. ഇതായിരിക്കും നമ്മുടെ ബെയറിഷ്. അതായത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇത് കണ്ട, ഇവിടുന്ന് ഓപ്പണായിട്ട് ഇത് ഇവിടം വരെ താന്ന്. ഓപ്പണായ പ്രൈസ് എന്ന് പറയുമ്പോൾ എറൗണ്ട് 93,000, 93.010. താഴെന്ന് പറയുമ്പോൾ 92.634. ഇത്ര വന്നുള്ളൂ. ബട്ട് എൻ്റെ വിക്ക് എന്ന് പറയുമ്പോൾ കണ്ട, വിക്ക് എറൗണ്ട് ഒരു 91.728 വരെ പൊങ്ങി. ഇതിൻ്റെ വിക്കാണെങ്കിലോ 93.662 വരെ പൊങ്ങി. അതായത് ഇവർ ഇവിടം വരെ പൊങ്ങാൻ പറ്റും നോക്കി. ഇവർ ഇവിടം വരെ പൊങ്ങാൻ പറ്റും നോക്കി, പക്ഷെ പൊങ്ങാൻ പറ്റിയില്ല. ഇവിടം വരെ അവർ നിർത്തിക്കളഞ്ഞ്. മറ്റേന്ന് പറയുമ്പോൾ ഇത് ഇവിടം വരെ പൊങ്ങാൻ നോക്കി, പക്ഷെ പറ്റിയില്ല, ഇവിടം വരെ നിർത്തിക്കളഞ്ഞ്. ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഈ ടൈം ഫ്രെയിം ജസ്റ്റ് ഒരു നല്ല എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ 1 മിനിറ്റ് വെച്ചേക്കണം. കണ്ട, ഈ 1 മിനിറ്റ് നമുക്ക് എന്താ കാണാൻ പറ്റണത്? നോക്കിയേ, ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് ഇവിടുന്ന് ജസ്റ്റ് കണ്ടായി, ഇവിടുന്ന് നോക്കാം. ഇവിടുന്ന് താന്ന്, ഇവിടുന്ന് പൊങ്ങി, ഇവിടുന്ന് താന്ന്, ഇവിടുന്ന് പൊങ്ങി, ഇവിടുന്ന് താന്ന്, അങ്ങനെ ഒരു പൊങ്ങല്ല കാണിക്കണം. കണ്ട, ഇവിടെ നല്ല പൊങ്ങല്ല കാണിക്കണം. ഇനി 5 മിനിറ്റ് നോക്കുമ്പോഴാണ് കണ്ട, 5 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടുന്ന് പൊങ്ങൽ കാണിക്കണം. അതെ, ഇവിടുന്ന് ഓവറോൾ ഇത് ഒരു കണ്ട ഇങ്ങനെ പൊങ്ങിയാണ് കാണിക്കണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 50 മിനിറ്റിലേക്ക് പോയി. 50 മിനിറ്റ് പോയപ്പോൾ നമ്മൾ എന്താ കണ്ട ശരിക്കും ഒരു നല്ലൊരു പൊങ്ങൽ കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി കണ്ട ഇവിടെ ഇത്ര പൊങ്ങി കണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഹയർ ടൈം ഫ്രെയിം, അതായത് 1 ഹവറിലേക്ക് പോയി. 1 ഹവറിലേക്ക് പോയി. അപ്പം നമുക്ക് എന്താ കാണാം? ഇവിടെ നിന്നും ഒരു അത്യാവശ്യം നല്ല പമ്പ് കാണിക്കുന്നുണ്ട്. പമ്പ് കാണിക്കുന്നുണ്ട. ഇനി അടുത്ത ഹയർ ടൈം ഫ്രെയിം, അതായത് 4 ഹവറിലേക്ക് പോയി. 4 ഹവറിൽ പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി? നേരത്തെ പോലെ പമ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ല. വേണ്ട, ഇവിടെ നിന്ന് ശരിക്കും ഡൗണിലാണ് കാണിക്കണം. ഇത്രയും പോലും എത്തിയിട്ടില്ല. കണ്ട, ഇത്രയും പോലും പമ്പായിട്ടില്ല. ഇനി നമ്മൾ 1 ഡേയിലേക്ക് പോകുമ്പോഴാണ് അപ്പം എന്താ കാണുക? ശരിക്കും താഴ്ന്നുണ്ട, ഇവിടെ നിന്ന് ശരിക്കും താഴ്ന്നിരിക്കുന്നുണ്ട. ഇത്ര ഉള്ളു നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ. അതായത് 1 മിനിറ്റിൽ നമ്മുടെ BTC കോയിൻ മൂവ് ചെയ്യണ മൂവ്മെൻറ്റ്. അതായത് കണ്ട, 1 മിനിറ്റിൽ നമ്മുടെ BTC മൂവ് ചെയ്ത് എങ്ങനെ ജസ്റ്റ് നല്ല പമ്പായിട്ട് പോകുന്നുണ്ട്. 5 മിനിറ്റിലാണ്. 5 മിനിറ്റിലും അത്യാവശ്യം ഇവിടെ നിന്ന് ചെറുതായിട്ട് കണ്ട ഇങ്ങനെ ഒരു നമ്മുടെ തിരമാല അടിക്കാൻ പോലെ വന്നിട്ട് പിന്നെ മേളിലേക്കും പോയിട്ടുണ്ട്.
ഇനി 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും കണ്ടോ, അത് ശരിക്കും മുങ്ങിപ്പോകുന്നുണ്ട്. അതുപോലെ 30 മിനിറ്റ് ശരിക്കും മുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ 1ലേക്ക് കയറുമ്പോൾ അത്യാവശ്യം മുങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 4 ഹവറും 1 ഡേയിലും കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇത്രയും താന്നിരിക്കുവാണ് നമ്മുടെ ചാർട്ട്. കണ്ടോ, ഇത്രയും താന്നിരിക്കുക ചാർട്ട് 4 ഹവറിലും 1 ഡേയിലും. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കും പിന്നെ ടൈം ഫ്രെയിമും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ടൈം ഫ്രെയിമിനെ കുറിച്ച് തുടങ്ങാം. അതായത് ഇപ്പോൾ ഈ പടം കണ്ട ഇത് നമ്മുടെ ബാറ്ററി ചാർജ്, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് വിചാരിക്കും. 1 മിനിറ്റ് നമ്മുടെ ചാർജ് കുറയുണ്ട്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റുമോ? ഇല്ലല്ല. പക്ഷേ 5 മിനിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോൺ ചാർജ് കുറയും. നമുക്ക് അറിയാൻ പറ്റത്തില്ലേ? പിന്നെ നമ്മൾ 1 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ അത് ശരിക്കും കുറയും. അപ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റത്തില്ലേ? ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തില്ലേ? ഈ സെയിം സംഭവം നമ്മൾ ടൈം ഫ്രെയിം ഉപയോഗിക്കണത്. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി, അവിടെ മൊത്തം ഭയങ്കര തിരക്കാണ്. പക്ഷെ നമുക്കൊരു സാധനം കാണണം. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജ് പരിപാടി നമുക്ക് ആ കൺസെർട്ട് കാണണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ആ തിരക്ക് നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വല്ല ഹൈറ്റുള്ള സ്ഥലത്തേക്ക് കയറുന്നാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ലേ? ഈ സെയിം സംഭവം നമ്മുടെ ടൈം ഫ്രെയിമിൽ പറയുമ്പോൾ, അതായത് 1 മിനിറ്റിൽ കാണാൻ പറ്റുന്ന സാധനം നമുക്ക് 5 മിനിറ്റിൽ കാണുമ്പോൾ വേറെ ആയിരിക്കും, അത് 50 മിനിറ്റിൽ കാണുമ്പോൾ വേറെ ആയിരിക്കും. ചിലപ്പോൾ ഇച്ചിരി കൂടി ലോങ് അടിച്ചാൽ, അതായത് ഹൈ ടൈം ഫ്രെയിം ഇട്ടാൽ 1ലും 4ലും 1 ഡേയും കാണാൻ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ മേളിൽ നിന്ന് ആ സാധനം കണ്ട് ആ പരിപാടി കണ്ട് ഇനി നമുക്ക് എന്തിനാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ ക്രൗഡിൽ കൂടി നമ്മൾ കയറി പോകത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടി തിരങ്ങി നമ്മൾ പോകത്തല്ല. ഈ സെയിം സംഭവം നമ്മുടെ ലോവർ ടൈം ഫ്രെയിമിൽ, നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ കണ്ട് മൂവ്മെൻറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഞാൻ വേണമെങ്കിൽ 2-3 സാധനം കാണിച്ചു തരാം ഇവിടെ എക്സാമ്പിളായിട്ട്. ഇപ്പോൾ ഞാനിവിടെ 1 ഡേയിൻ്റെയും 4 ഹവറും പിന്നെ 50 മിനിറ്റും 5 മിനിറ്റിലും ചാർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ ലോവർ ടൈം ഫ്രെയിം ഹൈ ടൈം ഫ്രെയിം എന്താണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.